ഇനി സന്തോഷേട്ടനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് സന്തോഷേട്ട തന്നെ ആ ഒരു ഇതിൽ മീഡിയയിൽ തന്നെ ജേർണലിസം പഠിച്ച് ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അത് ഇവിടത്തെ കുഞ്ഞാ സീതാലക്ഷ്മി. നമസ്കാരം സാറിന്റെ വലിയൊരു ആരാധികയാണ് ഞാൻ. പുരുഷോത്തമൻ പിള്ളയെ പരിചയപ്പെടാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. ഇപ്പൊ സാറിന്റെ ഷോസ് ഒക്കെ ഞാൻ എന്റെ ഡിഗ്രി ഫൈനൽ ഇയർ തൊട്ട് കാണുന്നതാണ്, 2004 തൊട്ട്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ സാറിന്റെ കടുത്ത ആരാധികയാണ്. എന്തോ ഉടായിപ്പുണ്ട്, ശരി, എന്തോ ഉടായിപ്പുണ്ട്. അത്യാവശ്യം ചിലർക്ക് ഇടിച്ചു കയറാൻ ഇത്ര നമ്പർ വേണ്ടി വരും. ഏത് സാറിനോട് എനിക്ക് കാണുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, എനിക്ക് ചെറിയ ചാനലൊക്കെ ഉണ്ട്. ഞാനൊരു വലിയ സംഭവം അല്ലേ. ഇപ്പൊ കഴിക്കുമ്പോഴായാലും സ്കൂളിലായാലും എന്ത് കാര്യത്തിനും കുഞ്ഞുങ്ങൾ മൊബൈൽ വെച്ചിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഒരു റീഡിങ്ങിന്റെ, അതായത് നമ്മൾ പുസ്തക വായന കുറവായതുകൊണ്ടാണോ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇതിലേക്ക് മാറുന്നതെന്ന് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? നിങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് അല്ലെങ്കിൽ എന്റെ ബാല്യകാലത്തും ഒക്കെ പുസ്തക വായനയായിരുന്നു പ്രധാന വിനോദം, അല്ലെങ്കിൽ കുറച്ച് അറിവ് നേടാൻ, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് അറിയാൻ, കൗതുകങ്ങൾ നേടാനൊക്കെ ഏറ്റവും നല്ല മാർഗ്ഗമായിരുന്നു. ഓഡിയോയും വീഡിയോയും വായനയും പടം കാണലും സിനിമ കാണലും ട്രോളുകളും ഈ മൊബൈൽ ഫോണിൽ ഇതെല്ലാം കിട്ടും. അത് ശരിയാ അല്ലേ? ഒക്കെ ആയിട്ട് ഏറ്റവും ആസ്വാദ്യമായ സാധനം അതല്ലേ. ഏറ്റവും ആസ്വാദ്യമായ ഒരു സാധനം കയ്യിലിരിക്കെ അത്ര ആസ്വാദ്യം അല്ലാത്ത ഒന്നിന്റെ പുറകെ ആരെങ്കിലും പോകുമോ? ഇന്റർനെറ്റിന്റെ യുഗത്തിലും സോഷ്യൽ മീഡിയയുടെ യുഗത്തിലും മനുഷ്യന്റെ ജീവിത ശൈലിയും ടൈം ടേബിളും എല്ലാം മാറി. തിരിച്ചങ്ങോട്ട് പോക്കൊന്നും നടക്കില്ല. സാരമില്ല, ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. നിർബന്ധിച്ചാലും പോവോ? പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ എത്ര കാലം? ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല, സമൂഹത്തിലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമല്ലോ. 70 വർഷം മുമ്പത്തെ സാഹചര്യത്തിൽ ജീവിച്ച പോലെ ഇന്നത്തെ മനുഷ്യർ ജീവിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. കറണ്ടില്ലാത്ത കാലത്ത് ഒരു വീട്ടിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ദൈനംദിന ചിട്ടകളല്ല കറണ്ട് വന്നതിന് ശേഷം വീട്ടിൽ. എന്താ ശരിയല്ല മാവാ? പിന്നെന്താ പ്രശ്നം? നമ്മൾ ജീവിച്ച അതേ ശൈലിയിലായിരിക്കണം ഇനി വരാനിരിക്കുന്ന ആളുകളും ജീവിക്കേണ്ടതെന്ന് നമ്മുടെ മാത്രം ഒരു ആഗ്രഹവും വ്യാമോഹമാണ്. ഇത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നിയത്? ഓ, നിനക്ക് അങ്ങനെ ഏത് നേരത്തും തോന്നും. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ടല്ലോ. മനസ്സ് പതറരുത്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചാണോ ജീവിച്ചേ? അല്ല പിന്നെ നിങ്ങളുടെ മക്കൾ അങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? വേലി കിടന്ന സ്നേക്കിനെടുത്ത് കോമൺ കെട്ടിയതുപോലെ ആയല്ലോ സംഗതി. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. ആ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമില്ല. വൃത്തിയായി. അപ്പൊ ഞാൻ വരട്ടെ. ശരി, 2 ദിവസം എന്നെ കാണില്ല, ഞാൻ ഡൽഹിയിലായിരിക്കും. കാണാം.